നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ. എന്നോടൊപ്പം രണ്ടൊന്ന് കലാകാരന്മാർ ഇപ്പോൾ ഉണ്ട്. അവരുടെ ഫേവറേറ്റ് ഐറ്റംസ് നമുക്കൊന്ന് കാണാം. അനുഗ്രഹിക്കൂ, പ്രോത്സാഹിപ്പിക്കൂ. താങ്ക് യു. ആദ്യം മധു അഞ്ചൽ, ശ്രീ സജി ടി കെ കലാഭവൻ, ശ്രീ സുന്ദരംപിള്ള, 3 പേരും കലാകാരന്മാരാണ്. ആദ്യം മിസ്റ്റർ മധു, താങ്കൾ ആരെയാണ് അനുകരിക്കുന്നത്? ഞാൻ ഇപ്പം അനുകരണ കലയിലേക്ക് ഞാൻ ഒരുപാട് പെർഫെക്റ്റ് അല്ല എന്ന് ഞാൻ പറയുകയാണ്. കാരണം 10-20 വർഷമായിട്ട് മിമിക്രി ഫീൽഡിലുണ്ട്. ആക്ടിങ് മാത്രമാണ്, എങ്കിലും ഞാൻ ചെയ്യും. പക്ഷേ എന്നെക്കാളിലും കഴിവുള്ള വ്യക്തികളാണ് സജി കലാഭവൻ ചേട്ടനും നമ്മുടെ സുന്ദരംപിള്ള ചേട്ടനും. അനുകരണ കലയിൽ അവരൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ ആദ്യം അവരുടെ മുന്നിലേക്ക് നമുക്ക് ഓക്കെ. ഫസ്റ്റ് മധു ആദ്യമായിട്ട് ഒരു നമ്മുടെ പപ്പുചേട്ടൻ്റെ ഒരുപാട് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം, കാരണം എനിക്കത് പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട്. അഭിനയം മാത്രമേ എനിക്കറിയാവൂ. പക്ഷേ നിങ്ങളുടെ പെർഫെക്റ്റ്, കാരണം 10-12 വർഷമായി 2 പേരെ ഞാൻ പരിചയപ്പെട്ടിട്ട് എൻ്റെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നവരാണ്. ഒരിക്കലും മറ്റു കാര്യങ്ങളല്ല. അപ്പം അന്നാണ് ഞാൻ പറയാം, കലാഭവൻ സജ്ജയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും മിമിക്രി സിനിമാ നടന്മാരുടെ ശബ്ദങ്ങളാണ് അംഗീകരിക്കാറ്. പക്ഷേ ഇദ്ദേഹം പഴയകാല മണിച്ചേട്ടനൊക്കെ തുടങ്ങി വെച്ച ആ കലാഭവൻ്റെ രീതിയിലുള്ള നമ്മുടെ പക്ഷി മൃഗാദികളുടെ ശബ്ദം അതേ രീതിയിൽ അനുകരിക്കാൻ കഴിവുള്ള ഒരു നടൻ കൂടിയാണ്. അപ്പം ചേട്ടായി നിങ്ങളുടെ 1-2 സൗണ്ട് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ ഒരുപാട് പ്രൈസ് കിട്ടിയ ഒരു സംഭവമാണ് ഈ പട്ടികളുടെ ശബ്ദം. അത് നമുക്ക് വെറൈറ്റി ആയിട്ട് പട്ടിയുടെ നിങ്ങളുടെ കയ്യിൽ എല്ലുണ്ടോ? എല്ലുണ്ടോ? എൻ്റെ കയ്യിലുള്ളൂ, അല്ലാതെ ചിക്കൻ്റെ കഷ്ണം ഉണ്ടാക്കി വായ അടുത്ത് വെച്ചാൽ പട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കാണാം. ഓക്കെ പ്രേക്ഷകരെ, ഇപ്പം ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് ഇത് സപ്പോസ് ഇത് എല്ലാം എന്ന് കരുതുക. ഇത് ഞാൻ പട്ടിയുടെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സാധനം ആ പട്ടിയുടെ താഴെ ഒരുപാട് പട്ടികൾ കുറയ്ക്കുന്നുണ്ട് താഴെ കിടന്ന്. അല്ല ഇത് സത്യം അല്ല. ഈ സൗണ്ട് കേട്ട പ്രേക്ഷകർക്കറിയാം. ഈ സൗണ്ട് ഒരു കാലത്ത് അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേ വോയിസ് ചെയ്തപ്പോഴത്തേക്ക് ആ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് മൊത്തം പട്ടികൾ കൂടിയതാണ്. ഇപ്പൊ 2 പട്ടിയെ കുറച്ചോളൂ. ഇത് അങ്ങനെ കൂട്ടി 3 അല്ലേ? ഇതിപ്പോ സാധാ പട്ടിയാണല്ലേ? വേറെ പട്ടിയുണ്ടോ? വേറെ നമുക്ക് സാധാരണ ഈ കൊമേരി എന്ന് പറഞ്ഞ കൊമേരി ചെറിയ പട്ടി, കുഞ്ഞിപ്പട്ടി, അതിനും പ്രത്യേക സൗണ്ടാണ്. തീർച്ചയായും ഞാൻ എന്നിട്ട് നമ്മുടെ ഈ എല്ലാ കലാകാരന്മാരും ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്ത് ഇത് പണ്ടത്തെ പരിപാടിയാണെങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ട് നമുക്കത് കാണിക്കുന്നേ ഉള്ളൂ. അതാണ് മിമിക്രി. ഇന്ന് 2 മിമിക്രി എന്ന് പറഞ്ഞ എന്താണ്? അഭിനയിക്കാൻ പറഞ്ഞു കൊമേരി. അണ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ പോത്തിന്റെ സൗണ്ട് എടുക്കും. കിടാവ് അതിന്റെ വോയിസ് ഒന്നും പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഒരു സുഹൃത്ത് സുന്ദരംപിള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ജനാർദ്ദന സാറിൻ്റെ ശബ്ദം അദ്ദേഹം അനുകരിക്കാൻ പോവുകയാണ്. ജനാർദ്ദനൻ. എന്റെ ദൈവമേ, എന്റെ പൊന്ന് സജ്ജി, താൻ അങ്ങോട്ടൊന്ന് പാടോ, അങ്ങോട്ട് പാടോ, ഇറങ്ങി പാടോ, പെട്ടെന്ന് പാടോ. കാശിപട്ടണം ലേലം എന്ന ചിത്രത്തിൽ ഒരു തമിഴൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വിനു ചക്രവർത്തി എന്നാണ്. കൗണ്ടർ എന്നാണ് അറിയപ്പെടുന്ന ഒരു മീശയൊക്കെ തിരിച്ചു വെച്ച ഒരു തമിഴനാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് ശ്രമിക്കുകയാണ്. என்னம்மா டேய், தெங்காசி பட்டல முதல்ல 2 சின்ன பிள்ளைங்க பிசினஸ் ஆரம்பிச்சிருக்காங்க. டேய், நின்ன கவலைப்பட வேணாம், பார்த்தாலே போதும். வரட்டுமா தம்பி? வணக்கம். കൈയടിച്ചാലും കൈയടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ കുട്ടി ഇതൊക്കെ പറ്റൂ. പുരം പപ്പുചേട്ടൻ്റെ സൗണ്ട് ശ്രമിക്കാം. ഇത് പറഞ്ഞ ശ്വാസം മുട്ടിപ്പോവും. പ്രിയമുള്ളവരെ, നമുക്ക് അവസാനമായിട്ട് നമ്മളെ വിട്ടു പിരിഞ്ഞ കൊച്ചിനെ ഹനിഫ ചേട്ടനെ ഒന്ന് അനുകരിക്കാം. അത് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് സ്റ്റേജിൽ അവതരിപ്പിച്ചതാണ്. നമ്മുടെ പഴയ ഡയലോഗ് തന്നെയാണ്. അത് ശ്രദ്ധിക്കാം. ആശാനെ കീറിക്കടക്കോ കുത്തി വർത്തക്കെ പ്രതി
आसमा क्या बात कर तुमको बात कितनी बार क्या बॉम्बे से बॉम्बे बात किया महाराजा में असम അതുപോലെ തന്നെ മലയാള സിനിമയിൽ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ മാമുക്കോയ ചേട്ടനോടെ ജസ്റ്റ് ഒന്ന് അനുകരിക്കാം. ഓനെ വാദിസ്ത ഉച്ചവാ ഓനെ 1-ാം തീയതി കല്യാണം 2-ാം തീയതി കല്യാണം 3-ാം തീയതി കല്യാണം കല്യാണത്തൊക്കെ പോലെ ഓട്ടെ ഇനി വാർത്താച്ച ഓട്ടെ വട്ടെ നമസ്കാരം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ ചെറിയൊരു പ്രോഗ്രാം, ചെറിയൊരു വിഷ്വൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു.